ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ സ്വന്തം മുട്ടിച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൊച്ചിക്കാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മുട്ടിച്ചാറും പോട്ടിക്കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയായിരുന്നു അമ്മച്ചിയുടെ മുട്ടിച്ചാറും കുടൽക്കറിയൊക്കെ. അപ്പോൾ അതിൻ്റെ കുടൽക്കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് വളരെ നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയത്. വളരെ നല്ല കമൻസും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളതും നമ്മുടെ കുടൽക്കറിക്കാണ്. അപ്പോൾ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുട്ടിച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുട്ടിച്ചാറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടേബിൾ സ്പൂണോളം സാധാരണ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 4 പിടിയോളം തേങ്ങ ചിരകിയത്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുട്ടി ഇട്ട് കൊടുക്കാം. മുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കൈകാലും ഉണ്ടോ. ഞാനിവിടെ ഒരു കൈകാലുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കഷ്ണത്തോളം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, 4-5 പച്ചമുളക്, 1 സവാള, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇങ്ങനത്തെ കറികൾക്കൊക്കെ കല്ലുപ്പാണ് ചേർക്കാറ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് പൊടിയുപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ എല്ലും അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ 2ാം പാലും 3ാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കൈയും നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഒരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1, 2, 3 വേർതിരിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടിയും തേങ്ങാപ്പാലൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. കൂടാതെ ഏകദേശം ഒരു 1/2 മണിയുടെ അടുത്തോളം തേങ്ങ നമ്മൾ അരപ്പിലും അരച്ച് ചേർത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മുട്ടീനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് തലപ്പാൽ ഒഴികെയുള്ള പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിളച്ച് പോകില്ല എന്നാണ് പറയാറ്. ഇവിടെ അമ്മച്ചി കുക്കറിൽ വെക്കുകയാണെങ്കിലും അടപ്പത്ത് പരിപ്പൊക്കെ അടപ്പൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കും. ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിസിൽ കേൾക്കാറായിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 20 മിനിറ്റോളം കുറച്ച് വയ്ക്കുകയാണ്. നമുക്കൊരു 20 മിനിറ്റ് കുറച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്തോ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ നമുക്കിത് ഒന്നുകൂടി അടച്ചെടുക്കണം. എന്നിട്ട് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ആവിയെല്ലാം തീർത്ത് പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇച്ചിരി ധൃതി കൂടിപ്പോയതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ആവി കളഞ്ഞു പോയി. അപ്പോൾ എന്തായാലും തുറന്നപ്പോൾ വെന്തിട്ടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി വേവുണ്ടാവും. നമുക്ക് ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുട്ടിക്കൊന്നൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടില്ല. നമുക്ക് ഇളക്കുമ്പോൾ അറിയാലോ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്നുകൂടി പൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി സിമ്മിൽ വയ്ക്കാം. അപ്പോൾ ആവി തുറന്ന് കളയാൻ പാടില്ല, ആ ആവിയിലിരുന്ന് തന്നെ വേകണം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൂടി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ ആവിയെല്ലാം തനിയെ തീർത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുട്ടിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ ഒരു മുട്ടിമേലുള്ള ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വേവാണ്, ഓവറായിട്ട് വെന്ത് പോയിട്ടൊന്നുമില്ല. ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിയുടെ അകത്തു നിന്നൊക്കെ ഉള്ള ആ ഒരു മജ്ജയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോരും. അപ്പോൾ നമുക്ക് മുട്ടാനൊന്നും കിട്ടില്ല. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ കുക്കറിലൊക്കെ എനിക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂറാണ് വേവ്. ഹോക്കിൻസിൻ്റെ കുക്കറിൽ ഞാൻ പൊട്ടിക്കറി വേവിച്ചപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുട്ടിയൊക്കെ ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1ാം പാല് ചേർത്ത് ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ചെറിയൊരു നുര വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു വാളനോളം ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കാം. മുട്ടിച്ചാറിനൊക്കെ ആവശ്യത്തിന് നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. അതിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിടാം. നല്ലതുപോലെ മൂക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചാറിലേക്ക് ചേർക്കാം.
ചാറിലേക്ക് ഇട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വയ്ക്കുക. നമ്മുടെ താളിച്ചതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടിച്ചാറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് താളിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം. അപ്പോൾ മുട്ടിച്ചാറും പൊട്ടിക്കറിയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ചൂടോട് തന്നെ വിളമ്പണം. അപ്പോൾ താളിച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷമാണെങ്കിൽ കൂടി ഞങ്ങൾ കറി സെർവ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടി ചൂടാക്കിയിട്ടേ എടുക്കാറുള്ളൂ. നല്ല ചൂട് ചോറും പൊട്ടിക്കറിയും മുട്ടിച്ചാറുമാണ് ഏറ്റവും കോമ്പിനേഷൻ. ഞങ്ങളിവിടെ മിക്കപ്പോഴും പൊട്ടിക്കറിയും മുട്ടിച്ചാറുമായിട്ട് അങ്ങനെ വെക്കാറില്ല. കാരണം രണ്ടും അത്യാവശ്യം പണിയുണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇറച്ചി ഒലത്തിയിട്ട് മുട്ടിച്ചാറാണ് എടുക്കാറ്. മിക്കപ്പോഴും ഇവിടെ ഇറച്ചി ഒലത്തിയതും മുട്ടിച്ചാറും ആയിരിക്കും. അപ്പോൾ നമ്മുടെ പഴയ അത്താഴൂട്ട് കറികൾക്കൊക്കെ മിക്കപ്പോഴും പൊട്ടിക്കറിയും മുട്ടിച്ചാറും ആയിരിക്കും ഒരു കോമ്പിനേഷൻ. പൊട്ടിക്കറിയും മുട്ടിച്ചാറ്, ക്യാബേജ്, അച്ചാറ്, അങ്ങനെയാണ്. ഇപ്പോൾ പൊട്ടിക്കറി, മോരുചാറ്, ക്യാബേജ്, അച്ചാറൊക്കെയാണ്. അപ്പോൾ കൊച്ചിക്കാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മുട്ടിച്ചാറും പൊട്ടിക്കറി എന്നൊക്കെ പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.